നമസ്കാരം. മനുഷ്യൻ മാംസാഹാരിയാണോ അതോ സസ്യാഹാരിയാണോ? ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. മനുഷ്യൻ സസ്യാഹാരം മാത്രം കഴിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ വെജിറ്റേറിയന്മാരായിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ മറുഭാഗത്ത് മാംസക്കൊതിയന്മാർ അങ്ങനെയല്ല, മനുഷ്യന് മാംസവും മത്സ്യവും പച്ചക്കറികളും എല്ലാം കഴിക്കാമെന്ന് പറയാറുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് മനുഷ്യൻ മിശ്ര ഭുക്ക് ആണെന്നാണ്. അതായത് മനുഷ്യൻ എന്ത് ചെയ്യാം, രണ്ടും കഴിക്കാം, സസ്യവും കഴിക്കാം മാംസവും കഴിക്കാം. എന്നാൽ അതൊരു തെറ്റാണെന്ന് സസ്യാഹാരികൾ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവികളെ മൂന്നായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന്, സസ്യം മാത്രം കഴിക്കുന്ന സസ്യാഹാരികളായിട്ടുള്ള ജീവികൾ. രണ്ട്, മാംസാഹാരികളായിട്ടുള്ള ജീവികൾ. മൂന്ന്, മനുഷ്യൻ രണ്ടും കഴിക്കുന്ന ജീവി. പക്ഷെ നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ എങ്ങനെ ഇതിനെ തരംതിരിച്ചിരിക്കുന്നു എന്നല്ല, മറിച്ച് പ്രകൃതി എങ്ങനെയാണ് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത്, പ്രകൃതി എന്താണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിക്കുന്നതിനും വളരുന്നതിനുമൊക്കെ പ്രകൃതി സ്വീകരിച്ചിരിക്കുന്ന സംവിധാനം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മൾ മാംസാഹാരിയാണോ അതോ സസ്യാഹാരിയാണോ എന്നുള്ള വസ്തുത. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ പ്രകൃതിയിൽ പൂർണ്ണ വെജിറ്റേറിയൻ അല്ലെങ്കിൽ പൂർണ്ണ സസ്യാഹാരി എന്ന് വിളിക്കാവുന്ന ഒരൊറ്റ ജീവി പോലുമില്ല, ജീവനുള്ള യാതൊരു വിധമായിട്ടുള്ള വസ്തുവുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും ചെടികളും എടുക്കുക, സകല ജീവികളെയും എടുക്കുക, മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല ജീവികളെയും, കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ ജീവികളെയും നമ്മൾ എടുത്ത് നോക്കിയാൽ ശരി, ഇവയിലൊന്നും തന്നെ 100% സസ്യാഹാരി എന്ന് വിളിക്കാവുന്ന ഒന്നിനെയും കണ്ടെത്താൻ പറ്റില്ല. ഞാൻ പറയുന്നത് മരങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യമാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കും, മരങ്ങൾ എവിടെയാണ് മാംസം കഴിക്കുന്നത്, മരങ്ങൾ മാംസം കഴിക്കുമോ? നമ്മൾ നോക്കണം പ്രകൃതിയുടെ രീതി എന്താണെന്നുള്ളത്. എല്ലാം മണ്ണിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഈ മണ്ണിൽ നിരവധി ജീവികളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവികളുണ്ട്. ഈ ജീവികളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. ഈ ജീവികളൊക്കെ കുറേ കാലം ഇവിടെ ജീവിക്കുന്നു. പിന്നീട് അവ മണ്ണോട് ചേരുന്നു. ഈ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന എല്ലാ മരങ്ങളും, വളരാനിരിക്കുന്ന മരങ്ങളും, വളർന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളും അതിന് വേണ്ടുന്ന വളം വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? ഈ മണ്ണിൽ നിന്നാണ്. ഈ മണ്ണിൽ മാംസവും സസ്യവും ഒരേപോലെ അടങ്ങിയിട്ടുണ്ട്. മണ്ണുമായിട്ട് അത് ലയിച്ചു ചേരുമ്പോൾ അതിൻ്റെ സത്താണ് വളമായിട്ട് മാറുന്നതും ആ സത്താണ് ഈ മരങ്ങൾ വലിച്ചെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളൊരു തെങ്ങിൽ നിന്നും ഒരു തേങ്ങയിട്ട് ഭക്ഷിക്കുമ്പോൾ അതൊരു വെജിറ്റേറിയൻ ഫുഡാണെന്ന് നമ്മൾ പറയും. പക്ഷേ അത് വെജിറ്റേറിയൻ ഫുഡല്ല, അതിൽ മാംസം അടങ്ങിയിട്ടുണ്ട്. ആ തെങ്ങ് വലിച്ചെടുക്കുന്ന വളം എവിടെ നിന്നൊക്കെയാണ് എന്നുള്ളത് ഈ തേങ്ങ തിന്നുന്ന ആൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. എത്ര ജീവജാലങ്ങളാണ് ഈ ഭൂമിയിൽ ഉണ്ടാകുകയും ചത്തുപോവുകയും ചെയ്യുന്നത്, നമ്മൾ അവയെല്ലാം ഒന്നും കാണുന്നില്ല. നമ്മൾ രാത്രിയിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഇരുട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവികളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കാണാത്ത, നമ്മൾ ദൈനംദിനം നമ്മുടെ കണ്ണുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കാത്ത, അവ കാണാൻ സാധിക്കുന്നവയാണ്, പക്ഷേ അവ ഇരിക്കുന്ന ഇടങ്ങൾ നമ്മൾ കാണുന്നില്ല. അപ്പം അവയൊക്കെ ഉണ്ടാകുന്നുണ്ട്, ചത്തുപോകുന്നുണ്ട്, മണ്ണോട് ചേരുന്നുണ്ട്. അതെല്ലാം മാംസമാണ്. ഇങ്ങനെ മാംസമായിട്ട് മണ്ണിലേക്ക് ചേരുന്ന ഈ വളം ഈ മരങ്ങളും ചെടികളും വലിച്ചെടുക്കുന്നുണ്ട്. അവ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം അതിൻ്റെ കായയിലും ഫലങ്ങളിലും വരുന്നുണ്ട്, അതിൻ്റെ തടിയിലുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഒരൊറ്റ ചെടി പോലും വെജിറ്റേറിയൻ ചെടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഉപയോഗിക്കുന്ന വളത്തിൽ മാംസത്തിൻ്റെ സത്തടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നോൺ വെജിറ്റേറിയനായിട്ട് അവിടെ മാറുകയാണ്. ഇനി നിങ്ങൾക്കറിയാം, ജീവജാലങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പശുവോ പോത്തോ ആടോ ഇവയൊന്നും തന്നെ മാംസം തിന്നാറില്ല. മറ്റൊരു ജീവിയുടെ മാംസം അവ ഭക്ഷിക്കാറില്ല. പക്ഷേ ഈ ജീവികളെല്ലാം കഴിക്കുന്ന ഈ പുല്ല് അല്ലെങ്കിൽ ഇലകൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രക്രിയയ്ക്ക് വിധേയപ്പെടുന്നവയാണ്. കാരണം ഒരു പ്ലാവിൻ്റെ ഇല ഒരു ആട് തിന്നുമ്പോൾ ഈ പ്ലാവിൻ്റെ വേര് പോയിട്ട് അതിനെത്താവുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അതിന് ലഭ്യമായിരിക്കുന്ന മണ്ണിലെ ഏത് പോഷകവും അത് സ്വീകരിച്ച് അത് വളരുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതിൻ്റെ തടിയിലും അതിൻ്റെ ഇലയിലും അതുണ്ടാക്കുന്ന ചക്കയിലും എല്ലാം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇല തിന്നുന്ന ആട് യഥാർത്ഥത്തിൽ അത് തിന്നുന്നത് പ്ലാവിൻ്റെ ഇലയാണെങ്കിലും ആ പ്ലാവിൻ്റെ ഇലയിൽ ഈ പ്ലാവ് മണ്ണിൽ നിന്നും വലിച്ചെടുത്ത മാംസത്തിൻ്റെ അംശം ഉറപ്പായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്ലാവും മറ്റു മരങ്ങളും പൂർണ്ണമായിട്ടും
മണ്ണിലേക്ക് കലരുന്ന മാംസം സ്പർശിക്കുന്നില്ല, അതിൻ്റെ വളം എടുക്കുന്നില്ല. അത് സസ്യങ്ങളുടെ വളങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ അഴുകുന്നത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാൽ അങ്ങനെയല്ല. മണ്ണുമായിട്ട് ചേരുന്ന എന്തിൻ്റെയും സത്ത് ഈ ചെടികൾ വലിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ ഇലകൾ തിന്നോ പുല്ലുകൾ തിന്നോ ജീവിക്കുന്ന ജീവികൾ അവയറിയാതെ തന്നെ അവയുടെ ഉള്ളിലേക്ക് മാംസത്തിൻ്റെ സത്ത് ചെല്ലുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഒരു പശുക്കിടാവോ ആട്ടിൻകുട്ടിയോ ജനിക്കുമ്പോൾ അത് ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്താണ്? അതാദ്യം കഴിക്കുന്നത് അമ്മയുടെ പാലാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ജന്തുവാണ്, ഒരു ജീവിയാണ്. ആ ജീവിയുടെ മുലപ്പാലെന്ന് പറയുന്നത് ആ ജീവിയിൽ നിന്നും വരുന്ന ഒരു ഭക്ഷ്യവസ്തു ആയതുകൊണ്ട് അത് 100% നോൺ വെജിറ്റേറിയനാണ്. അപ്പോൾ ഒരു ആട്ടിൻകുട്ടിയോ പശുക്കുട്ടിയോ ജനിച്ചു വീഴുമ്പോൾ ആദ്യം കഴിക്കുന്നത് അമ്മയുടെ പാലാണെങ്കിൽ അത് അവിടെ തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ ജീവിയായിട്ട് മാറിക്കഴിയും. നമ്മളിനി മനുഷ്യൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യനും ഇത് ബാധകമാണ്. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതാദ്യം കഴിക്കുന്ന ഭക്ഷണം അമ്മയുടെ പാലാണ്. പാല് നോൺ വെജിറ്റേറിയൻ ആണെന്ന കാര്യത്തിൽ യഥാർത്ഥ വെജിറ്റേറിയന്മാർക്ക് ഒരു തർക്കവും ഉണ്ടാകില്ല. ഞാൻ കുറേയേറെ വെജിറ്റേറിയന്മാരെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും പാല് കഴിക്കും, പാലും പാൽ ഉത്പന്നങ്ങളും കഴിക്കും, പനീർ കഴിക്കും, തൈര് കഴിക്കും. എന്നിട്ട് പറയാം ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ്. ഞാനവരോട് പറയാം നിങ്ങൾ ഒരിക്കലും വെജിറ്റേറിയൻസ് അല്ല. നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആവാനേ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പാല് കഴിച്ചില്ലെങ്കിൽ പോലും ശരി, നിങ്ങൾ പണ്ട് പാല് കഴിച്ചിരുന്നു. കാരണം നിങ്ങൾ ജനിച്ചു വീണപ്പോൾ നിങ്ങൾ ആദ്യം കഴിച്ച ഭക്ഷണം നിങ്ങളുടെ അമ്മയുടെ പാലാണ്. അമ്മ നൽകുന്ന പാലെന്ന് പറയുന്നത് പ്യുവർ നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ച് വീഴുന്നത് തന്നെ അമ്മയുടെ പാൽ കുടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനിച്ച് വീണ ശേഷം ആദ്യം കുടിക്കുന്നത് അവളുടെ അമ്മയുടെ പാലാണെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ അവർ നോൺ വെജിറ്റേറിയൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യർ അമ്മയുടെ പാൽ കുടിച്ച ശേഷം അവർ പിന്നീട് യാതൊരു വിധമായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡും കഴിക്കാതെ വരുന്നു എന്ന് പറയുമ്പോൾ പോലും ഞാൻ ആദ്യം പറഞ്ഞ അവർ കഴിക്കുന്ന പഴങ്ങളിലും അതുപോലെ തന്നെ ചെടികളുണ്ടാക്കുന്ന മറ്റു ഫലങ്ങളിലും ഇവ വലിച്ചെടുക്കുന്ന മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന മാംസത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. അതുകൂടാതെ ആ വ്യക്തി വിവാഹം കഴിക്കുന്നുണ്ടെന്ന് വെക്കുക. വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ എതിർലിംഗവുമായിട്ട് സെക്സിൽ ഏർപ്പെടുകയോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി, ഒരു പെൺകുട്ടിയോ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ എതിർലിംഗവുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും അവർ നോൺ വെജിറ്റേറിയൻ ആഹരിക്കുന്നുണ്ട്. നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരു ജീവിയുടെ മാംസം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അത് വേവിച്ചോ വേവിക്കാതെ കഴിക്കുന്നതിനെയാണ് നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന എന്തും നോൺ വെജിറ്റേറിയനാണ്. ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവർ പരസ്പരം ചുംബിച്ചു കഴിഞ്ഞാൽ ചുംബനത്തിലൂടെ രണ്ടുപേരുടെയും സ്രവങ്ങൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നോൺ വെജിറ്റേറിയൻ കഴിച്ചു കഴിഞ്ഞു. കാരണം ആ വ്യക്തിയുടെ വിയർപ്പായാലും ശരി, അയാളുടെ ഉമിനീരായാലും ശരി, എന്തു തന്നെ ആയാലും ശരി, അയാളുടെ ഉള്ളിലേക്ക് അത് എടുക്കുന്നുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അപ്പോൾ വീണ്ടും നോൺ വെജിറ്റേറിയൻ കഴിച്ചു കഴിഞ്ഞു. ഒരു ആനിമലിൽ നിന്നും, അതായത് ഒരു ജീവിയിൽ നിന്നും വരുന്ന എന്തും, അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന എന്തിനേയും നമ്മൾ നോൺ വെജിറ്റേറിയൻ എന്ന് തന്നെ വിളിക്കുകയുള്ളൂ. ജന്തുജന്യ ഭക്ഷണങ്ങളെയാണ് നമ്മളെപ്പോഴും നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് വിളിക്കുന്നത്. ചില ആൾക്കാർ പാലിനെ, മുട്ടയൊക്കെ നോൺ വെജിറ്റേറിയൻ അല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവരെ തന്നെ കബളിപ്പിക്കുകയാണ്. അത് നമ്മുടെ ഇപ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വെജിറ്റേറിയനിസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിലുള്ളതല്ല. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഡയറക്റ്റായിട്ട് കഴിക്കുന്നില്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ചെല്ലുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്ന അമ്മയുടെ പാലായിട്ട്, അത് ഡയറക്റ്റ് നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. അതിനുശേഷം വിവാഹം കഴിച്ച് പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തും അവരറിയാതെ തന്നെ പങ്കാളിയുടെ എന്തെങ്കിലുമൊക്കെ സ്രവങ്ങളോ ദേഹത്തു നിന്നുള്ള വിയർപ്പോ ഒക്കെ അവരുടെ ഉള്ളിലേക്ക് അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും അവർ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ സ്രവങ്ങളോ മറ്റോ ഇറക്കുന്നത് കൊണ്ട് അവർ വീണ്ടും അവിടെ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തലത്തിൽ നോക്കുമ്പോൾ, അതായത് ഏത് പച്ചക്കറിയിലും ഏത് പഴങ്ങളിലും ജന്തുക്കളുടെ മാംസത്തിൻ്റെ അംശം തീർച്ചയായിട്ടും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത. 2, അമ്മയുടെ പാൽ കുടിച്ചാണ് എല്ലാ മനുഷ്യന്മാരും വളരുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ പാൽ കുടിക്കാതെ ഒരു മനുഷ്യനെ പോലും ബാല്യം മുമ്പോട്ട് തള്ളി നീക്കാൻ പറ്റില്ല എന്നുള്ള വസ്തുത, അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമം നിലനിൽക്കുക. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച് വീഴുന്ന സമയത്ത്, ജനിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ മരണപ്പെട്ടു പോകുക എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ, അമ്മ മരിച്ചത് കൊണ്ട് അത് അമ്മയുടെ പാൽ കുടിച്ചില്ല, അതുകൊണ്ട് അത്
വെജിറ്റേറിയൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മ മരിച്ചത് ഒരു ദൗർഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്. ആ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞ് തീർച്ചയായിട്ടും അമ്മയുടെ പാല് കുടിക്കുമായിരുന്നു. അമ്മയുടെ പാൽ ആ കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആ സമയത്ത് നോൺ വെജിറ്റേറിയനായിട്ട് മാറിക്കഴിഞ്ഞു. അതല്ലെങ്കിൽ പ്രകൃതി തന്നെ തീരുമാനിക്കണമായിരുന്നു ഈ കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയത്ത് അത് കഴിക്കേണ്ട ഭക്ഷണം മറ്റെന്തെങ്കിലും ആയിരിക്കണം. അമ്മയ്ക്ക് പാലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകാനേ പാടില്ലായിരുന്നു. പ്രകൃതി വിചാരിച്ച് നടക്കുന്ന കാര്യമല്ലേ. മുലപ്പാൽ വേണ്ട, ആ കൊച്ചു ജനിച്ചു വീഴുന്ന സമയത്ത് അതിന് കരിക്കും വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഴത്തിൻ്റെ ചാറോ ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ പ്രകൃതി തീരുമാനിച്ചിരിക്കുന്നത് ആ കുട്ടി ആദ്യം കഴിക്കേണ്ടത് അമ്മയുടെ പാലാണെന്നാണ്. അമ്മയുടെ പാൽ നോൺ വെജിറ്റേറിയൻ ആണ്. അമ്മയുടെ പാൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മളെല്ലാവരും നോൺ വെജിറ്റേറിയൻസ് ആണ്. അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ അല്ല ഞാൻ എന്ന് ഒരു വ്യക്തിക്കും പറയാൻ പറ്റില്ല. സമ്പൂർണ്ണമായിട്ട് സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ മാംസാഹാരം അകത്താക്കിയവരാണ്. അവർ ആ പഴങ്ങളിലൂടെയും പച്ചക്കറികളുടെയും അത് അകത്താക്കുന്നുണ്ട്. അവർ നേരിട്ട് മാംസം കഴിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനർത്ഥം, ഞാനീ പറഞ്ഞതിനർത്ഥം നമ്മൾ മാംസം നിർബന്ധമായിട്ടും കഴിക്കണമെന്നല്ല. നമ്മളെപ്പോഴും കഴിക്കേണ്ടത് നമുക്കിഷ്ടമുള്ള ഫുഡ്, നമുക്ക് യോജിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ മായം കലരാത്ത ഫുഡ് എന്നിവയായിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമുക്ക് ചേരുന്ന ഫുഡ് ഏതാണ്, സുരക്ഷിതമായ ഫുഡ് ഏതാണ്, നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഫുഡ് ഏതാണ്. നമുക്ക് മാംസം കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കരുത്. നമ്മൾ ഏത് ഫുഡ് കഴിക്കുമ്പോൾ, ഏത് ആഹാരം കഴിക്കുമ്പോഴും അത് കഴിച്ച ശേഷം നമ്മൾ അടുത്ത ദിവസം നമ്മളെ ശ്രദ്ധിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ട്? അത് കഴിച്ച ശേഷം എനിക്ക് നെഞ്ചരിച്ചിലുണ്ടോ, എനിക്ക് മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ദഹനക്കേടുണ്ടോ, എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി അത് കഴിച്ചു നോക്കണം. അത് ആഹാരം കൊണ്ടാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. ആണോ എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം, അല്ലെങ്കിൽ നമ്മളതിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് യോജിച്ച ഫുഡാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് എനിക്ക് മാംസാഹാരം ഇഷ്ടമല്ല, എനിക്ക് വെജിറ്റേറിയൻ മതി എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് യോജിച്ചത് അദ്ദേഹം കണ്ടെത്തി. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇന്ന മാംസം കഴിക്കുന്നെല്ലാം തീരുമാനിക്കുന്നു, ഇന്ന മീൻ ഞാൻ കഴിക്കില്ല, കാരണം അയാൾക്ക് ആ മീനോ ആ മാംസമോ കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട്, അങ്ങനെ അയാൾ കണ്ടെത്തിയിരിക്കുന്നു അതെനിക്ക് ചേരാത്ത ഫുഡാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മൾ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നല്ല, മറിച്ച് നമുക്ക് യോജിച്ച ആഹാരം ഏതാണ്, നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഫുഡ് ഏതാണ്, അത് മാത്രമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡ് എപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡ് നമുക്ക് അറിയാൻ വയ്യാത്ത ഫുഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എവിടെയോ ഉണ്ടാക്കിയ ആഹാരം. നമ്മളെപ്പോഴും നേരിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക, നേരിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം പാചകം ചെയ്യാതെ കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമോ ആ വിശ്വസിക്കാവുന്ന ആഹാരം മാത്രം നമ്മൾ കഴിക്കുക. ഇതാണ് നമ്മൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നോൺ വെജിറ്റേറിയൻ എന്നോ വെജിറ്റേറിയൻ എന്നോ തരംതിരിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഒരു വ്യക്തി ജനിച്ചു വീഴുമ്പോൾ തന്നെ നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷേ പിന്നീട് അയാൾക്കുള്ള ഇഷ്ടമനുസരിച്ച് അയാൾക്ക് മാംസം കഴിക്കുകയോ സസ്യം കഴിക്കുകയോ രണ്ടും കൂടി കഴിക്കുകയോ ചെയ്യാം. താങ്ക് യു.